നമസ്കാരം, സ്മാർട്ട് ശ്രീ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കെമിസ്ട്രിയിലെ ആധുനിക ആവർത്തന പട്ടികയിൽ വരുന്ന ഡി ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആധുനിക ആവർത്തന പട്ടിക കഴിഞ്ഞ 2-3 ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ പറഞ്ഞു മൊത്തം 118 മൂലകങ്ങളാണുള്ളത്. അതിൽ 18 ഗ്രൂപ്പുകളായിട്ട്, മൊത്തം ഗ്രൂപ്പുകൾ 18 ഗ്രൂപ്പുകൾ 7 പീരീഡുകളായി തിരിച്ചിരിക്കുന്നു. 4 ബ്ലോക്കുകൾ SPDF എന്നിങ്ങനെ 4 ബ്ലോക്കുകളുണ്ട്. അതിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ഡി ബ്ലോക്ക് മൂലകങ്ങൾ, അതിനകത്ത് ഫസ്റ്റ് നമുക്ക് പറയുന്നത് അത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എത്രയാണ്? ഗ്രൂപ്പ് 3 മുതൽ, മൂന്നാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെ വരുന്ന മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ ഉൾപ്പെടുന്നത്. ഓക്കെ, അപ്പൊ എത്രയാണ്? ഗ്രൂപ്പ് 3ാമത്തെ ഗ്രൂപ്പ് മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇനി അടുത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റ് ആണ് നമ്മൾ നെക്സ്റ്റ്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ ഇലമെന്റ്സ് എന്നറിയപ്പെടുന്നു. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേര് എന്താണ്? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ ഇലമെന്റ്സ്. അപ്പോൾ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ ഇലമെന്റ്സ് എന്നറിയപ്പെടുന്നത് ഏത് ബ്ലോക്കാണ്? ഏതാണ്? SPDF. അങ്ങനെ 4 ബ്ലോക്കുകളിൽ ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. ഓക്കെ, അപ്പൊ ആ 2 പോയിന്റ് നമുക്ക് ക്ലിയർ ആയി. നെക്സ്റ്റ് നമുക്ക് ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ ആരംഭിക്കുന്ന പീരീഡ് എന്ന് പറയുന്നത് 4ാമത്തെ പീരീഡാണ്. മൊത്തം 7 പീരീഡാണുള്ളത്. അതിൽ 4ാമത്തെ പീരീഡ് മുതലാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ ആരംഭിക്കുന്നത്. ഇനി ഇതിന്റെ പൊസിഷൻ എങ്ങനെയാണ്? നമ്മൾ ആ ടേബിൾ എടുത്തു കഴിഞ്ഞാൽ, മോഡേൺ പീരിയോഡിക് ടേബിൾ എടുത്തു കഴിഞ്ഞാൽ എസ് ബ്ലോക്കിന്റെയും പി ബ്ലോക്കിന്റെയും മധ്യത്തായിട്ടാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്നത്. നമുക്കറിയാം, നമ്മൾ ആദ്യം എസ് ബ്ലോക്ക് മൂലകങ്ങൾ ഇവിടെ, പിന്നെ ഇവിടെ ആയിട്ട് പി ബ്ലോക്ക്, ഇതിന്റെ നടുക്കായിട്ട് ഇവിടെ ഈ ഭാഗത്താണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്നത്. അപ്പൊ നമുക്ക് ആ ടേബിൾ എടുത്ത് നോക്കി അറിയാം, നമ്മൾ അതിന്റെ പൊസിഷൻ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അതായത് എസ് ബ്ലോക്ക് മൂലകത്തിന്റെയും അതുപോലെ പി ബ്ലോക്ക് മൂലകങ്ങളുടെയും നടുക്കായിട്ടാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ വിന്യസിച്ചിരിക്കുന്നത്. ഡി ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്നത് അത് എവിടെ മുതലാണ്? 4ാമത്തെ പീരീഡ്. നമുക്ക് പീരീഡ് 7 പീരീഡ് ഉള്ളതിൽ 4ാമത്തെ പീരീഡ് മുതലാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ കാണപ്പെടുന്നത്. പിന്നെ എത്രയാണ്? 3ാമത്തെ ഗ്രൂപ്പ് മുതൽ എത്രാമത്തെ? 12ാമത്തെ ഗ്രൂപ്പ് വരെയുള്ള മൂലകങ്ങളാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. ഡി ബ്ലോക്ക് മൂലകങ്ങൾ അറിയപ്പെടുന്നത് എന്താണ്? സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ ഇലമെന്റ്സ് എന്നറിയപ്പെടുന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്ത് എന്തുകൊണ്ടാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് പറയുന്നത്? ഇതിൽ ഇലക്ട്രോണിക് വിന്യാസം നമ്മൾ എഴുതുമ്പോൾ അതിനകത്ത് അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് എവിടെയാണ്? ഡി ഷെല്ലിലാണ്, ഡി സബ് ഷെല്ലിലാണ് അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്. അതുകൊണ്ടാണ് അവയെ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. ഇതിന്റെ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പൊ ഇതിനകത്ത് ഒരു ഇലമെന്റ്സ് നമുക്ക് തന്നു കഴിഞ്ഞാൽ അത് എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉൾപ്പെടുന്നതെന്ന് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കുന്നതെന്ന് നോക്കാം. അപ്പൊ അതിനകത്ത് ഏത് ഗ്രൂപ്പ് നമ്പർ, എത്രാമത്തെ ഗ്രൂപ്പിൽ വരുന്ന ഇലമെന്റ് ആണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ബാഹ്യതമ സബ് ഷെല്ലിലെ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ നോക്കുക. ബാഹ്യതമ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളോടൊപ്പം തന്നെ അതിന്റെ മുമ്പുള്ള ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുക. അതായത് ഇലക്ട്രോണിക് വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ ബാഹ്യതമ ഷെല്ല്, ബാഹ്യതമ എസ് സബ് ഷെല്ലിലെ, എസ് ആണ്, എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളോടൊപ്പം തന്നെ അതിന്റെ മുമ്പുള്ള ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണവും കൂട്ടുക. ഇവിടെ എക്സാമ്പിൾ നോക്കാം. 3d5 ലാസ്റ്റ് ഇതാണ് എഴുതിയേക്കണേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ ആദ്യം എഴുതുക. അതിന്റെ നമ്മൾ ആറ്റോമിക് നമ്പർ നമ്മൾ നോക്കിയിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ സാധാരണ എഴുതുന്ന പോലെ തന്നെ ഇലക്ട്രോണിക് വിന്യാസം എഴുതിയിട്ട് ലാസ്റ്റ് നോക്കുക. ലാസ്റ്റ് നമ്മൾ ഇതിനകത്ത് നോക്കി ഇവിടെ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം ഇവിടെ 3d5 4s1 ആണ്. അപ്പൊ അവസാനത്തെ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 1 ആണ് അല്ലെ? 1. അതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യണം? അതിന്റെ
മുന്നുള്ള ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം. ഇവിടെ ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 5 ആണ് അല്ലെ, 5. അപ്പോൾ 1 + 5 എത്ര കിട്ടി? 6 ആണ് അല്ലെ. അപ്പൊ ഇതിന്റെ ഗ്രൂപ്പ് നമ്പർ എത്രാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നതാണ്? 6ാമത്തെ ഗ്രൂപ്പിൽ വരുന്നതാണ്. വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ്. 3D10 4s1 ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എഴുതുമ്പോൾ ഇങ്ങനെ അവസാനം നോക്കുക, അവസാന ബാഹ്യതമ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോൺ ഏറ്റവും ലാസ്റ്റ് എഴുതുന്നതാണ് കേട്ടോ. അതാണ് ബാഹ്യതമ എഫ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകൾ. എത്രയാണ് ഇവിടെ? 1 ആണ്. 1 + D അതിന്റെ തൊട്ട് മുന്നുള്ള ഡി സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ്? 10 ആണ്. 1 + 10 എത്ര വരും? 11 ആണ്. അപ്പൊ എത്രാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എലിമെന്റ് ആണിത്? 11ാമത്തെ ഗ്രൂപ്പിൽ ഉൾപ്പെടുന്ന എലിമെന്റ് ആണ്. അപ്പൊ അങ്ങനെ നമുക്ക് ഏത് എലിമെന്റ് ആണെങ്കിലും നമുക്കത് എത്രാമത്തെ ഗ്രൂപ്പിലാണ് ആ ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ബാഹ്യതമ എസ് സബ് ഷെല്ലിലെ ഇലക്ട്രോണുകളോടൊപ്പം അതിന്റെ തൊട്ട് മുന്നുള്ള ഡി സബ് ഷെല്ലുകളിലെ ഇലക്ട്രോണിന്റെ എണ്ണം കൂട്ടുക. ഓക്കെ, അങ്ങനെ നമുക്ക് ഗ്രൂപ്പ് നമ്പർ കണ്ടുപിടിക്കാം. നെക്സ്റ്റ് ഇപ്പൊ ഇങ്ങനെ നമ്മൾ പറഞ്ഞു 3 മുതൽ 12ാമത്തെ ഗ്രൂപ്പ് വരെ ഉള്ളതാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. അപ്പൊ ഇതിനകത്ത് വരുന്ന മൂലകങ്ങളിൽ ശ്രദ്ധിക്കുക, സിങ്ക്, കാഡ്മിയം, CD എന്ന് പറഞ്ഞ കാഡ്മിയം, മെർക്കുറി, ഇത് സിങ്ക്, കാഡ്മിയം, മെർക്കുറി തുടങ്ങിയവയെ കപട സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ സ്യൂഡോ ട്രാൻസിഷൻ എലിമെന്റ്സ് എന്നറിയപ്പെടുന്നു. ഇത് ചോദിച്ചിട്ടുണ്ട്, പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. കുറച്ച് എലിമെന്റ്സ് തന്നിട്ട് അതിനകത്ത് നിന്ന് കപട സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ സ്യൂഡോ ട്രാൻസിഷൻ എലിമെന്റ്സ് ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യാനുണ്ട്. ഏതൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി. ശ്രദ്ധിക്കുക, സിങ്ക്, കാഡ്മിയം, മെർക്കുറി എന്നിവയാണ് കപട സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി നെക്സ്റ്റ് നമുക്കൊരു ഇത് പറയുകയാണെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളിലെല്ലാം ലോഹങ്ങളാണ്. അത് എടുത്തു പറയാവുന്ന ഒരു പോയിന്റ് ആണ്. ഡി ബ്ലോക്ക് മൂലകങ്ങളെല്ലാം തന്നെ എന്താണ്? ലോഹങ്ങളാണ്. പിന്നെ ഇവര് രാസപ്രവർത്തനത്തിൽ ഡി ബ്ലോക്ക് മൂലകങ്ങള് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുമ്പോൾ ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളോടൊപ്പം തന്നെ ബാഹ്യതമ ഷെല്ലിന് തൊട്ട് മുന്നുള്ള ഷെല്ലിലെ ഇലക്ട്രോണുകളും കൂടി എന്ത് ചെയ്യുന്നു? ആ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് മതി. അതായത് നമ്മൾ പറഞ്ഞു രാസപ്രവർത്തനത്തിൽ അവർ പങ്കെടുക്കുമ്പോൾ, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്താണ്? ബാഹ്യതമ ഷെല്ലിലെ ഇലക്ട്രോണുകളോടൊപ്പം തന്നെ ബാഹ്യതമ ഷെല്ലിന് തൊട്ട് മുന്നുള്ള ഡി ഷെല്ലിലെ ഇലക്ട്രോണുകളും എന്താണ്? രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുന്നു. ഇനി നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഉൾപ്രേരകങ്ങൾ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ധാരാളം ഉപയോഗിക്കുന്നവയാണ്. അതായത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഉൾപ്രേരകങ്ങളായിട്ട് ധാരാളം ഉപയോഗിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഓക്സികാരിയായും നിരോക്സികാരിയായും ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഇവയെ ഉൾപ്രേരകങ്ങളായിട്ട് ഉപയോഗിക്കാൻ കാരണം. അതൊരു ഇമ്പോർട്ടൻ്റ് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ്. അതായത് ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഓക്സികാരിയായും നിരോക്സികാരിയായും ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയുന്നത് കൊണ്ട് ഡി ബ്ലോക്ക് മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളും ഉൾപ്രേരകങ്ങളായിട്ട് അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അത് നമുക്ക് കാറ്റലിസ്റ്റ് എന്താണെന്നും അതിൻ്റെ സംയുക്തങ്ങളും നമുക്ക് ഇനി കുറച്ച് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങൾ ഉൾപ്രേരകങ്ങളായിട്ട് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഇനി ഇതിൻ്റെ നമുക്ക് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പൊതുവായിട്ടുള്ള സവിശേഷതകൾ അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞു ഡി ബ്ലോക്ക് മൂലകങ്ങളിൽ എത്ര മുതൽ എത്ര വരെയാണ്, എത്രാമത്തെ പീരീഡ് ആണ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞു. അതിന്റെ പൊസിഷൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്ക് അതിന്റെ ഇലക്ട്രോണിക് വിന്യാസം എഴുതുമ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പൊതുവായ ഇലക്ട്രോണിക് വിന്യാസം എന്ന് പറയുന്നത് n-1 n-1d 1-10 ns1-2 ആണ്. ഇതാണ് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പൊതുവായിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. ഇതിനകത്ത് ശ്രദ്ധിക്കുക, n-1 എന്ന് പറയുന്നത് അത് എന്തിനാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയുന്നത് 1 മുതൽ 10 വരെയുള്ള ഇലക്ട്രോണുകൾ, ഉൾക്കൊള്ളാൻ പറ്റുന്ന ഇലക്ട്രോണുകൾ എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെയുള്ള ഇലക്ട്രോണുകളിലെ, അതായത് അതിലെ ഷെല്ലിലെ
അത് ഡി സബ്ഷെല്ലിനെയാണ് കാണിക്കുന്നത്. ഡി സബ്ഷെല്ലില് ഇലക്ട്രോണുകളെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഡി സബ്ഷെല്ലിനെയും എൻ എസ് എന്ന് പറയുന്നത് അത് എസ് സബ്ഷെല്ലിനെയാണ്, ബാഹ്യതമ എസ് സബ്ഷെല്ലിനെയുമാണ് ഇവിടെ ഡിനോട്ട് ചെയ്യുന്നത്, പ്രതിനിധീകരിക്കുന്നത്. അപ്പൊ അതിന്റെ പൊതുവായിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് എന്താണ്? N-1D 1-10 NS 1-2 ആണ് പൊതുവായിട്ട് കാണപ്പെടുന്ന ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത്. എന്നാൽ സിങ്ക്, ക്യാഡ്മിയം, മെർക്കുറി, കോപ്പർനീഷ്യം എല്ലാത്തിൻ്റെയും നമ്മൾ പ്രതീകങ്ങളാണ് ഇവിടെ എഴുതിയേക്കുന്നത്. സിങ്ക് എന്ന് പറഞ്ഞാൽ ZN, ക്യാഡ്മിയം CD, മെർക്കുറി HG ആണ്, കോപ്പർനീഷ്യം CP ആണ്. ഓക്കെ, സിങ്ക്, ക്യാഡ്മിയം, മെർക്കുറി, കോപ്പർനീഷ്യം മുതലായ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എന്ന് പറയുന്നത് N-1D10 NS2 ആയിരിക്കും. അത് ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇപ്പം നമുക്ക് ഇങ്ങനെ ഇലക്ട്രോണിക് വിന്യാസം എഴുതിയിട്ട് അത് ഏത് മൂലകത്തിൻ്റെ ആണെന്ന് വേണമെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഈ മൂലകത്തിൻ്റെ ഇലക്ട്രോൺ വിന്യാസം ഏതാന്നുള്ള രീതിയിലും അങ്ങനെ തിരിച്ചും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി ഡി ബ്ലോക്ക് മൂലകങ്ങൾ മിക്കവാറും എല്ലാ ലോഹങ്ങളും ലോഹീയ സ്വഭാവങ്ങൾ കാണിക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. സംക്രമണ മൂലകങ്ങൾ മിക്കവാറും എല്ലാ സംക്രമണ മൂലകങ്ങളും ലോഹീയ സ്വഭാവങ്ങൾ കാണിക്കുന്നവയാണ്. മിക്കവാറും എല്ലാ സംക്രമണ മൂലകങ്ങളും അല്ലെങ്കിൽ ട്രാൻസിഷൻ ഇലമെന്റ്സും എന്താണ്? ലോഹീയ സ്വഭാവങ്ങൾ കാണിക്കുന്നവയാണ്. നെക്സ്റ്റ് ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇവയുടെ അറ്റോമിക എൻതാൾപ്പി എന്ന് വളരെ ഉയർന്ന അറ്റോമീകരണ എൻതാൾപ്പി ആണുള്ളത്. സംക്രമണ മൂലകങ്ങൾക്ക് അല്ലെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾക്ക് വളരെ ഉയർന്ന അറ്റോമീകരണ എൻതാൾപ്പി ആണുള്ളത്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഈ ഇങ്ങനെയുള്ള ചെറിയ പോയിന്റ്സുകൾ നമുക്ക് ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണല്ലോ ചോദിക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരുമ്പോൾ ഇങ്ങനെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അതിനകത്ത് ശരിയുള്ളത് ഏത്, അല്ലെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന ഏത്, അത് ശരിയായ പ്രസ്താവന ഏതെന്ന് ചോദിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പോയിന്റ്സുകളും കൂടി നമ്മൾ അതിന്റെ ഒപ്പം തന്നെ പഠിച്ചു വെക്കുക. ഇപ്പൊ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ചോദിച്ചിട്ട് വേണമെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ചോദിക്കാം. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള പോയിന്റ്സുകളും നമ്മൾ നോക്കുക. വളരെ ഉയർന്ന അറ്റോമീകരണ എൻതാൾപ്പി ആണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾക്കുള്ളത്. നെക്സ്റ്റ് ഇവരുടെ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ വളരെ ശ്രദ്ധേയമായ ഒരു സവിശേഷത എന്ന് പറയുന്നത് അവയുടെ സംയുക്തങ്ങളിൽ, അതായത് ഈ ഡി ബ്ലോക്ക് മൂലകങ്ങൾ അവയുടെ സംയുക്തങ്ങളിൽ കാണിക്കുന്ന വ്യത്യസ്ത ഓക്സീകരണാവസ്ഥയാണ്. അപ്പോൾ ഡി ബ്ലോക്ക് മൂലകങ്ങൾ വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ കാണിക്കുന്നു. ഇവിടെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. മാംഗനീസ്, MN ആണ് പ്രതീകം. മാംഗനീസ് +2 മുതൽ +7 വരെയുള്ള ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നു. അപ്പൊ ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ ശ്രദ്ധേയമായ ഒരു സവിശേഷത എന്ന് പറയുന്നത് എന്താണ്? അവയുടെ സംയുക്തങ്ങളിൽ അവർ കാണിക്കുന്ന വ്യത്യസ്ത ഓക്സീകരണാവസ്ഥകൾ കാണിക്കുന്നു. മാംഗനീസിന്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. മാംഗനീസ് +2 മുതൽ +7 വരെയുള്ള ഓക്സീകരണാവസ്ഥകളിൽ കാണപ്പെടുന്നവയാണ്. ഇനി നെക്സ്റ്റ് നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ Fe അയൺ ആണ് തന്നേക്കുന്നത്. എത്ര നമ്പർ? 26 ആണ്. Fe26 ഇത് ഫെറസ് അയൺ. ഫെറസ് അയൺ എന്ന് പറഞ്ഞാൽ Fe2+ ആണ്. ഫെറസ് ആണ്, FeRrous, ഫെറസ് അയൺ ആണ്. ഇനി Fe3+ ആണ്, ഈ ഫെറിക് അയൺ ആയിരിക്കും. അത് ശ്രദ്ധിക്കുക, Fe2+ ആയി മാറുന്നത്. അപ്പൊ അയണ് ഫെറസ് അയണായി മാറുന്നത് എങ്ങനെയാണ്? ഈ Fe2+ന്റെ അതിന്റെ സബ്ഷെല്ലില് നമ്മൾ ഇലക്ട്രോൺ വിന്യാസം എഴുതുക. എത്രയാണ് നമുക്ക് അറ്റോമിക് നമ്പർ എത്രയാണ് ഇവിടെ? 26 ആണ് അല്ലേ? അപ്പൊ അതിന്റെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാം? 1s2 2s2 2p6 3s2 3p6 3d6 4s2 മൊത്തം ആഡ് ചെയ്ത് നോക്കിയേ 26 ആയില്ലേ? 26 ആയി. അപ്പൊ അതിന്റെ അയണിന്റെ Fe26 അയണിന്റെ നമ്മൾ ഇലക്ട്രോണിക് വിന്യാസം നമ്മൾ എഴുതി. അതിൽ നിന്ന് ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഇവിടെ 4s2 ആണ് അല്ലേ? അപ്പൊ അതിനകത്ത് എങ്ങനെയാന്ന് വെച്ചാൽ ഇതിനകത്ത് 4s2യിലെ ലാസ്റ്റത്തെ എസിലെ 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി. ഈ 2 എന്ന് പറയുന്ന 2 ഇലക്ട്രോണുകളെ നഷ്ടപ്പെടുത്തി കഴിയുമ്പോൾ എന്തായി? അയൺ എന്ന് പറയുന്ന ഫെറസ് അയൺ ആയി മാറി, Fe2+ ആയി മാറി. അപ്പൊ ഇതുപോലെ Fe2+ന്റെ ഇലക്ട്രോണിക് വിന്യാസം, സബ്ഷെല്ലിലെ ഇലക്ട്രോണിക് വിന്യാസം നമുക്ക് എങ്ങനെ എഴുതാം? ഇതേപോലെ തന്നെ എഴുതാം. എങ്ങനെ? 1s2 2s2 2p6 3s2 3p6 3d6
6. ഓക്കെ, ഈ S2 അയണിന് 2 ഇലക്ട്രോണുകൾ എന്ത് ചെയ്തു? നഷ്ടപ്പെടുത്തി. അയൺ എന്ന് പറയുന്നത് എന്തായി? ഫെറസ് അയണായി മാറി. ഫെറസ് അയൺ. അപ്പൊ രണ്ടിന്റെയും നമ്മൾ സബ്ഷെൽ ഇലക്ട്രോൺ വിന്യാസമാണ് നമ്മൾ എഴുതിയത്. അത് ലാസ്റ്റത്തെ 2 ഇലക്ട്രോണിനെ നഷ്ടപ്പെടുത്തി Fe2+ അല്ലെങ്കിൽ ഫെറസ് അയണായി മാറി. ഓക്കെ, ഇനി ക്രിയാശീലതയിൽ നോക്കുകയാണെങ്കിൽ ഡി ബ്ലോക്ക് മൂലകങ്ങൾ ക്രിയാശീലതയിൽ വ്യത്യസ്തത പുലർത്തുന്നവയാണ്. ക്രിയാശീലതയിൽ വ്യത്യസ്തത പുലർത്തുന്നു. മിക്കവാറുമുള്ള എല്ലാ ഡി ബ്ലോക്ക് മൂലകങ്ങളും മിനറൽ ആസിഡുകളിൽ ലയിക്കുവാനുള്ള തരത്തിൽ ഇലക്ട്രോ പോസിറ്റീവാണ്. ശ്രദ്ധിക്കുക, എല്ലാ ഈ ഡി ബ്ലോക്ക് മൂലകങ്ങളും അല്ലെങ്കിൽ എന്താണ് ഇലക്ട്രോ പോസിറ്റീവാണ്. ക്രിയാശീലതയിൽ അവർ വ്യത്യസ്തത പുലർത്തുന്നു. അതായത് മിക്കവാറുമുള്ളവ മിനറൽ ആസിഡുകളെ ലയിക്കുവാനുള്ള തരത്തിൽ എന്താണ് ഇലക്ട്രോ പോസിറ്റീവാണ്. ചില മൂലകങ്ങൾ അലസ സ്വഭാവം കാണിക്കുന്നു. അലസവാദങ്ങളുടെ ഇനേർട്ട് സ്വഭാവം ക്യാരക്ടേഴ്സ് അലസ സ്വഭാവവും കാണിക്കുന്നു. ഇതൊക്കെ നമ്മൾ എന്താണ് ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പ്രധാന സവിശേഷതകളാണ്. അപ്പൊ നമ്മൾ പൊതുവായിട്ടുള്ള ആദ്യം നമ്മൾ എന്താ പറഞ്ഞ സവിശേഷതകൾ പറഞ്ഞപ്പോൾ അതിന്റെ ഇലക്ട്രോണിക് വിന്യാസമാണ് അല്ലെ. പൊതുവായിട്ടുള്ള ഇലക്ട്രോൺ വിന്യാസം എഴുതി. എക്സെപ്റ്റ് ഏതൊക്കെയാണ്? സിങ്ക്, കാഡ്മിയം, മെർക്കുറി, കോപ്പർനീഷ്യം തുടങ്ങിയ മൂലകങ്ങളുടെ ഇലക്ട്രോൺ വിന്യാസം എഴുതി. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ട ലോഹീയ സ്വഭാവങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സംക്രമണ മൂലകങ്ങളെല്ലാം ലോഹീയ സ്വഭാവങ്ങൾ കാണിക്കുന്നു. പിന്നെ വളരെ ഉയർന്ന അറ്റോമീകരണ എൻതാൽപ്പി ആണുള്ളത്. പിന്നെ വളരെ ശ്രദ്ധേയമായ ഒരു സവിശേഷത എന്താണ്? അവരുടെ സംയുക്തങ്ങളിൽ കാണിക്കുന്ന വ്യത്യസ്ത ഓക്സീകരണാവസ്ഥ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ക്രിയാശീലതയിൽ ഇവർ എന്ത് ചെയ്യുന്നു? വ്യത്യസ്തത പുലർത്തുന്നു. ഇനി ഇവിടെ നമ്മൾ പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്, ഡി ബ്ലോക്ക് മൂലകങ്ങൾ എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? ഉൾപ്രേരകങ്ങൾ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നു. എന്താണ് കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്ന് പറയുന്നത് ഓക്സികാരിയായിട്ടും നിരോക്സികാരിയായിട്ടും ഡി ബ്ലോക്ക് മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളും ഒരേ സമയം പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് അവയെ കാറ്റലിസ്റ്റ് അല്ലെങ്കിൽ ഉൾപ്രേരകങ്ങളായിട്ട് ധാരാളം ഉപയോഗിക്കാൻ കാരണം. പിന്നെ നമ്മൾ അതിനകത്ത് എന്താണ് പറഞ്ഞത്? വളരെ ഇതിനകത്ത് എവിടെയാണ് ഇതിന്റെ പൊസിഷൻ മനസ്സിലാക്കുക. ഡി ബ്ലോക്ക് മൂലകങ്ങളുടെ പൊസിഷൻ. പിന്നെ എത്രാമത്തെ പീരീഡ് മുതലാണ് ആരംഭിക്കുന്നത്? ഗ്രൂപ്പ് 3 മുതൽ 12 വരെയുള്ളത് സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു. ഇപ്പൊ നമ്മൾ ഓരോ ഗ്രൂപ്പുകളും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു. അപ്പൊ അതിനകത്ത് അതിന്റെ ഫാമിലി ഏതാണ്, ആ കുടുംബം ഏതാണെന്ന് നോക്കുക. 17ാം ഗ്രൂപ്പ് നമ്മൾ ഹാലജനുകൾ, 18ാം ഗ്രൂപ്പ് അലസവാതകങ്ങൾ അല്ലെങ്കിൽ ഇനേർട്ട് ഗ്യാസ് എന്ന് പറഞ്ഞു. ഇപ്പൊ 3 മുതൽ 12 വരെയുള്ള ഗ്രൂപ്പ് ഉള്ള മൂലകങ്ങളെ നമ്മൾ സംക്രമണ മൂലകങ്ങൾ അല്ലെങ്കിൽ ട്രാൻസിഷൻ ഇലമെന്റ്സ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി. നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന കാന്തിക സ്വഭാവം. ഒരു കാന്തിക മണ്ഡലത്തില് പദാർത്ഥങ്ങൾ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കാന്തിക സ്വഭാവങ്ങൾ കാണിക്കുന്നു. ഫസ്റ്റ് ആണ് പ്രതികാന്തികം അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക് എന്ന് പറയും. പ്രതികാന്തികം. രണ്ടാമത്തെയാണ് അനുകാന്തികം അല്ലെങ്കിൽ പാരാമാഗ്നറ്റിക്. ഇപ്പോൾ ഒരു കാന്തിക മണ്ഡലത്തിൽ പദാർത്ഥങ്ങൾ പ്രധാനമായിട്ടും 2 തരത്തിലുള്ള കാന്തിക സ്വഭാവങ്ങൾ കാണിക്കുന്നു. ഏതൊക്കെയാണ്? പ്രതികാന്തികം, അനുകാന്തികം അല്ലെങ്കിൽ ഡയാമാഗ്നറ്റിക്, ഇംഗ്ലീഷിൽ പാരാമാഗ്നറ്റിക് എന്ന് പറയുന്നു. ഈ നെക്സ്റ്റ് നമ്മൾ ഫെറോ മാഗ്നറ്റിക്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കുക, ഫെറോ മാഗ്നറ്റിക് എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായി ആകർഷിക്കപ്പെടുന്ന വസ്തുക്കളെയാണ് ഫെറോ മാഗ്നറ്റിക് എന്ന് പറയുന്നത്. ഇനിയാണ് വളരെ ശക്തമായി ആകർഷിക്കപ്പെടുന്ന വസ്തുക്കളെയാണ് ഫെറോ മാഗ്നറ്റിക് എന്ന് പറയുന്നത്. ഈ ഫെറോ മാഗ്നറ്റിസം എന്നുള്ളത് ഒരു കാന്തികത്തിന്റെ ഒരു രൂപമാണ്. ഓക്കെ, അനുകാന്തികത്തിന്റെ ഒരു രൂപമാണ് ഫെറോ മാഗ്നറ്റിസ് എന്ന് പറയുന്നത്. ഫെറോ മാഗ്നറ്റിക് എന്ന് ഉള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? വളരെ ശക്തമായി ആകർഷിക്കപ്പെടുന്ന വസ്തുക്കളെയാണ് ഫെറോ മാഗ്നറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക്, ഫെറോ മാഗ്നറ്റിക്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഉൾപ്രേരകങ്ങൾ നമ്മൾ പറഞ്ഞു. ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു എന്താണ്? ഡി ബ്ലോക്ക് മൂലകങ്ങൾ അല്ലെങ്കിൽ സംക്രമണ മൂലകങ്ങൾ ഉൾപ്രേരകങ്ങളായിട്ട് ധാരാളം ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ കാരണം നമ്മൾ പറഞ്ഞു. എന്തുകൊണ്ടാണ്? സംക്രമണ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളും ഓക്സികാരിയായിട്ടും നിരോക്സികാരിയായും ഒരേ സമയം പ്രവർത്തിക്കാൻ കഴിയുന്നത് കൊണ്ടാണ് ഉൾപ്രേരകങ്ങളായിട്ടും അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ കാരണം എന്ന് പറഞ്ഞു. എന്താണ് ഈ ഉൾപ്രേരകം കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്? അതായത് സ്വയം
സ്ഥിരമായ രാസമാറ്റത്തിന് വിധേയമാകാതെ സ്വയം മാറുന്നില്ല അവര്. അതാണ് സ്വയം സ്ഥിരമായ ഒരു രാസമാറ്റത്തിന് വിധേയമാകാതെ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങൾ. ആ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ, ആ സ്പീഡ് കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ അതിന്റെ വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്ന ഉൾപ്രേരകങ്ങൾ അല്ലെങ്കിൽ കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് കുറച്ച് പ്രക്രിയകളും അതിനകത്ത് യൂസ് ചെയ്യുന്ന ഉൾപ്രേരകം അല്ലെങ്കിൽ കാറ്റലിസ്റ്റും ആണ് ഈ ടേബിളിൽ ഇവിടെ തന്നേക്കുന്നത്. നമുക്ക് നോക്കാം. സമ്പർക്ക പ്രക്രിയ, അതിനകത്ത് ഉപയോഗിക്കുന്ന ഉൾപ്രേരകം എന്ന് പറയുന്നത് ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ് ആണ്. വനേഡിയം പെന്റോക്സൈഡ് ഫോർമുല എങ്ങനെയാണ്? V2O5 ആണ്. പെന്റ 5 അല്ലെ, പെന്റോക്സൈഡ് ഓക്സിജൻ എത്രയാണ്? 5 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ ഈ സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഉൾപ്രേരകം എന്ന് പറയുന്നത് ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ്. അപ്പൊ ചോദിക്കാം, താഴെ തന്നിരിക്കുന്ന കാറ്റലിസ്റ്റിൽ സമ്പർക്ക പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് ഏതാണ്? വനേഡിയം പെന്റോക്സൈഡ്. ഹേബർ പ്രക്രിയ, അതിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സ്പോഞ്ചി അയൺ ആണ്. ഏതാണ്? സ്പോഞ്ചി അയൺ. പിന്നെ സസ്യ എണ്ണയുടെ ഹൈഡ്രോജനേഷൻ വഴി വനസ്പതിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് നിക്കലാണ്. സൾഫ്യൂരിക് ആസിഡ്, ഇതൊക്കെ നമ്മൾ എന്താണ് കാറ്റലിസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യാറുള്ളതാണ്. അപ്പൊ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് സ്വയം സ്ഥിരമായ ഒരു രാസമാറ്റത്തിന് വിധേയമാകാതെ എന്ത് ചെയ്യുന്നു? ആ രാസപ്രവർത്തനത്തിന്റെ വേഗതയെ സ്വാധീനിക്കാൻ കഴിയുന്ന പദാർത്ഥങ്ങളാണ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ടേബിളിൽ 2-3 പ്രക്രിയകളും നമ്മൾ അതിന് ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റും ആണ് നമ്മൾ പഠിച്ചത്. ഏതാണ്? സമ്പർക്ക പ്രക്രിയ വനേഡിയം പെന്റോക്സൈഡ്. ഹേബർ പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് സ്പോഞ്ചി അയൺ ആണ്. വനസ്പതിയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് നിക്കൽ. ഇത് 3 കാറ്റലിസ്റ്റ് ആണ്. ഇതൊന്ന് നോട്ട് ചെയ്യുക. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് മിക്കവാറും ഈ എല്ലാ ഡി ബ്ലോക്ക് മൂലകങ്ങളും എന്താണ്? നിറമുള്ളതാകാൻ കാരണം സംക്രമണ മൂലകങ്ങളും അവയുടെ സംയുക്തങ്ങളും ഒക്കെ എന്താണ്? കളർ ആകാൻ, നിറമുള്ളതാകാൻ കാരണം നോക്കിയേ എന്താണ്? അതിലെ സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. ഇത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ മിക്കവാറും ഈ സംക്രമണ മൂലകങ്ങൾ നിറമുള്ളതാകാൻ കാരണം എന്താണ്? ഓപ്ഷൻസ് നിങ്ങൾ നോക്കണ്ട. ഓപ്ഷൻസ് കറക്റ്റ് ആൻസർ അറിയാമെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ഒരു കൺഫ്യൂഷൻ വേണ്ടല്ലോ. എന്താണ് നിറമുള്ളതാകാൻ കാരണം? സംക്രമണ മൂലകങ്ങളുടെ അയോണുകളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ട്. സംക്രമണ മൂലകങ്ങളിലെ അയോണുകളുടെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് അവ നിറമുള്ളതാകാൻ കാരണം. ഇവിടെ ശ്രദ്ധിക്കുക, കുറച്ച് സംക്രമണ സംയുക്തങ്ങളും അവയുടെ നിറമുമാണ് തന്നേക്കുന്നത്. ഇത് വേണമെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇത് അതിന്റെ നിറം ഏതാണെന്നും നമുക്ക് ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് 1 വേർഡ് ക്വസ്റ്റ്യൻ നമുക്കത് ചോദിക്കാം. നോക്കാം. കോപ്പർ സൾഫേറ്റ് നൽകുന്ന നിറം ഏതാണ്? സംക്രമണ സംയുക്തമാണ് കോപ്പർ സൾഫേറ്റ്. നൽകുന്ന നിറം എന്ന് പറയുന്നത് നീല നിറമാണ്. കൊബാൾട്ട് നൈട്രേറ്റ് ഏതാണ് കളറ്? ഇളം പിങ്ക് നിറമാണ്. കൊബാൾട്ട് നൈട്രേറ്റ് ഇളം പിങ്ക് നിറം. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് എന്താണ്? പർപ്പിൾ നിറമാണ്. പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ഏതാണ്? പർപ്പിൾ നിറമാണ് നൽകുന്നത്. ഫെറസ് സൾഫേറ്റ് ഇളം പച്ച നിറമാണ് നൽകുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ആധുനിക ആവർത്തന പട്ടികയിലെ ഡി ബ്ലോക്ക് മൂലകങ്ങളെ കുറിച്ചാണ് പഠിച്ചത്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ അതിൻ്റെ ഏതിൻ്റെ സ്ഥാനം പറഞ്ഞു, ഏത് പീരീഡ് മുതലാണ്, ഏതൊക്കെ ഗ്രൂപ്പുകളാണ് വരുന്നത്, 3 to 12 അല്ലേ. അപ്പോൾ അതിൻ്റെ ഗ്രൂപ്പുകൾ പറഞ്ഞു, അതിൻ്റെ പ്രത്യേകത സംക്രമണ മൂലകങ്ങൾ എന്നറിയപ്പെടുന്നു, പിന്നെ അതിൻ്റെ പ്രധാന സവിശേഷതകൾ പറഞ്ഞു, പിന്നെ ലാസ്റ്റ് ഇങ്ങനെ 1-2 കാന്തിക സ്വഭാവം, ഉൾപ്രേരക സ്വഭാവം, പിന്നെ അതിൻ്റെ എന്താണ് 2-3 സംക്രമണ സംയുക്തങ്ങളും അവയുടെ നിറങ്ങളും ഒക്കെയാണ് നമ്മൾ നോക്കിയത്. ഇവിടെ ഈ പോയിന്റ് നമ്മൾ മറക്കരുത്. ഉൾപ്രേരകങ്ങളായിട്ട് ധാരാളം ഉപയോഗിക്കുന്നതാണ് ഡി ബ്ലോക്ക് മൂലകങ്ങൾ. അതിനകത്ത് 2-3 കാറ്റലിസ്റ്റും നമ്മൾ പറഞ്ഞു, ഉപയോഗിക്കുന്ന പ്രക്രിയയിൽ ഉപയോഗിക്കുന്ന കാറ്റലിസ്റ്റുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഒരു ക്ലാസ്സോടുകൂടി നമ്മുടെ ആധുനിക ആവർത്തന പട്ടിക എന്നുള്ള ആ ഒരു പോർഷൻ കംപ്ലീറ്റ് ആവുകയാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ബാലൻസ് ആയിട്ട് നിൽക്കുന്നത് എഫ് ബ്ലോക്ക് മൂലകങ്ങളാണ്. നമുക്കത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക്